ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ സ്ഥാപന ഉടമ NM രാജു വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ആഴ്ച NM രാജുവിനെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ചിരുന്നു. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ എത്രാമത്തെ തവണയാണ് ഇഡി NM രാജുവിനെ വിളിപ്പിക്കുന്നത്? സ്മൃതി, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് സ്ഥാപന ഉടമയായ NM രാജു ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ്. അതിൽ നിന്ന് ലഭിച്ച മൊഴികൾ അത് വിശദമായി പരിശോധിച്ച ശേഷമാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഹാജരാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഈ നിക്ഷേപ തട്ടിപ്പിലൂടെ ലഭിച്ച പണം, ആ കോടികൾ എന്തിനു വേണ്ടി NM രാജു ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ്. നേരത്തെ NM രാജുവിന്റെ സ്ഥാപനത്തിലും വീട്ടിലും റെയ്ഡ് നടത്തിയതിന് പിന്നാലെ NM രാജുവിന്റെ പേരിലുള്ള 44.5 കോടിയുടെ ആ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നതാണ്. അത് കണ്ടുകെട്ടാനുള്ള നീക്കം കൂടിയാണ് ഈട് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് നടക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, നേരത്തെ NM രാജു ഈഡിക്ക് നൽകിയിരുന്ന മൊഴിയാണ്. അതായത് 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ആന്റണി MPക്ക് താൻ 2 കോടി രൂപ നൽകിയിരുന്നു എന്നുള്ളതാണ് ഇഡിക്ക് നൽകിയിരുന്നത് NM രാജുവിന്റെ മൊഴി. അതിൽ ഈ 2 കോടി രൂപ പ്രൊസീസ് ഓഫ് ക്രൈം ആണോ, അതായത് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമാണോ എന്നുള്ളതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പരിശോധനകൾ തുടരുകയാണ്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ NM രാജുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ്. അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ചില ആരോപണങ്ങൾ കൂടിയാണല്ലോ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയരുന്നു. അതോടൊപ്പം തന്ത്രിക്ക് നെടുമ്പറമ്പിൽ ഉണ്ടായിരുന്ന നിക്ഷേപം എന്നുള്ള വിവരം. അപ്പോൾ ഇത് NM രാജുവിൽ നിൽക്കുമോ? സ്മൃതി, തീർച്ചയായിട്ടും NM രാജുവിൽ ഒതുങ്ങുന്നതല്ല. NM രാജു ഇതിനകം തന്നെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ആന്റണിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരുന്നതാണ്. അത് ഇഡിക്ക് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ആരോപണം ഉയർന്നു കേട്ടിരുന്നത് ഈ CPM അടക്കം മുന്നോട്ട് വെച്ചിരുന്ന ആരോപണമാണ്. അതായത് തന്ത്രയ്ക്ക് 2.5 കോടിയുടെ നിക്ഷേപം ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ NM രാജു അത് പരസ്യമായി അത് നിഷേധിച്ചതാണ്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന മൊഴി അത്തരത്തിൽ തന്ത്രയ്ക്ക് നിക്ഷേപമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തന്ത്രയ്ക്ക് ഇവിടെ, അതായത് തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനമെടുക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിലേക്ക് തന്ത്രി ഉൾപ്പെടുന്നില്ല. പക്ഷേ ആന്റണി MPക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ കുരുക്കാണെന്നുള്ളതാണ്. 2 കോടി രൂപ അത്തരത്തിൽ കൈമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമായിട്ട് കണക്കാക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും NM രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആന്റണി MPക്ക് വൈകാതെ തന്നെ നോട്ടീസ് അയക്കാനുള്ള നീക്കവും ഈട് നടത്തും. ശരി, SS ശരൺ ആണ് വിവരങ്ങൾ നൽകിയത്.